ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. കിസ് 2025 തമിഴ് പടം കണ്ടു. ഒരു പ്രെറ്റി ഗുഡ് ഫാന്റസി റൊമാൻറ്റിക് കോമഡി മൂവി. പക്ഷെ ഈ പടം തിയേറ്ററിൽ പരാജയമായിരുന്നുള്ളത് ഭയങ്കര, അത് അങ്ങനെ പരാജയപ്പെടേണ്ട പടമേ അല്ല അത്. കാരണം അത്യാവശ്യം നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ലൊരു നീറ്റ് പെർഫോമൻസ്, കുഴപ്പമില്ലാത്ത മ്യൂസിക്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു പടം തിയേറ്ററിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം തമിഴ് ഓഡിയൻസും കേരളത്തിൽ ഇത് വളരെ ലിമിറ്റഡ് റിലീസായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് റിവ്യൂ കണ്ടിട്ട് കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇത് C5 വന്നപ്പോൾ ഞാൻ എടുത്ത് കണ്ടപ്പോൾ ആ ഹുക്കായിട്ടിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെ. കാരണം ഇതിൻ്റെ ഒരു നൈസ് ഒരു പ്ലോട്ട് എന്നൊക്കെ പറയുന്നത്, നായകൻ ലവിലൊന്നും ഇൻട്രസ്റ്റ് എടുത്ത നായകനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സാറ എന്ന് പറഞ്ഞ ഒരു ആളെന്ന് ഒരു ബുക്ക് കിട്ടുന്നു. ആ ബുക്ക് കിട്ടിയതിന് ശേഷം പിന്നെ അവൻ കാണുന്ന കപ്പിൾസ് കിസ് ചെയ്യുമ്പോൾ ഒക്കെ അവനൊരു വിഷയം വരികയാണ്, ഇവർക്ക് എന്താണ് ഫ്യൂച്ചർ സംഭവിക്കാൻ പോണെന്ന്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കുറച്ച് കായോസും കുറച്ച് പ്രോബ്ലംസും കുറച്ച് എന്താ പറയുക തമാശകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത്. അതിൻ്റെ ഇടയിലേക്ക് നായകനായിട്ട് വരുന്നത്. അപ്പോൾ നായികരെ ഇവർ തമ്മിലുള്ള ഫ്യൂച്ചർ എന്താകും, ആ ഫ്യൂച്ചർ ഇവന് തടയാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ ചില പോർഷൻസ് ഉണ്ട്, ഒരു ഡോഗിനായിട്ടുള്ള സീൻസ്, പിന്നെ ക്ലൈമാക്സിലുള്ള കുറച്ച് സംഭവങ്ങൾ, പിന്നെ ത്രൂ ഔട്ട് ഇങ്ങനെ നൈസ് എപ്പിസോഡുകളായിട്ട് ചില എന്താ പറയുക നമുക്കിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്കിങ്ങനെ ഫീൽ ആവും ചില നിമിഷങ്ങളുണ്ട്. ഒരു സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക്, ഭയങ്കര മ്യൂസിക് അല്ല, പക്ഷെ കുഴപ്പമില്ല. ടെക്നിക്കൽ ക്വാളിറ്റി ഒന്നും അതും ഒക്കെ ഒരു നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സതീഷ് കൃഷ്ണൻ ആക്ടറായിട്ട് ഡയറക്ടറായ ആളാണ്. പിന്നെ കവിൻ, പ്രീതി അസ്രാണി തുടങ്ങിയവരൊക്കെയാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ വരുന്നത്. പ്രഭു ഒക്കെ ചെറിയ റോളിൽ വരുന്നുണ്ട്. പിന്നെ ദേവയാനി ആണ് ഇവൻ്റെ അമ്മയെ കഥാപാത്രം ചെയ്യണത്. പിന്നെ കൗസല്യ ആക്ടേഴ്സ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്ക് ഇതിലുണ്ട്. ഇവർക്കൊക്കെ ചെറിയ റോളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഉള്ള ഭാഗത്താണ് ഇവരെ പ്ലേസ് ചെയ്തേക്കുന്നത്. ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാളും ഒരു മിസ്കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു റോംകോം എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക്കും ആവണം, കോമഡി ആയിരിക്കണം. അപ്പോൾ റൊമാൻസും കോമഡിയും പിന്നെ ഈ ഫാന്റസി എലമെന്റും അതാകുമ്പോൾ നല്ലോണം ഹുക്കാവും നമ്മൾ പടം കാണുമ്പോൾ. എനിക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ എന്താ പറയുക എൻഗേജിങ് ആയിട്ട് ത്രൂ ഔട്ട് തോന്നി. ആ ഒരു ടൈം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി. ഇത് എന്തുകൊണ്ട് തിയേറ്ററിലേക്ക് തോന്നുന്നത്, അന്നത്തെ പ്രമോഷൻ ചിലപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പ്രമോഷൻ സ്ട്രാറ്റജി ഫെയിൽ ആയിട്ടുണ്ടാവാം. മാക്സിമം ചിലപ്പോൾ ഈ ആൾക്കാർ ഈ കിസ് എന്ന് പറഞ്ഞതിൻ്റെ പേരൊക്കെ കേട്ടപ്പോൾ വേറെ എന്തെങ്കിലും ടൈപ്പ് റൊമാൻസ് ആണോ അല്ലെങ്കിൽ കുറേയും കൂടി പ്രതീക്ഷിച്ചോ എന്ന് എനിക്കറിയില്ല. ഇത് ആ കിസ് എന്ന സംഭവത്തിൽ ആ ഒരു കാര്യത്തിനെ അവർ ഒരു ഫാന്റസി എലമെന്റിലേക്ക് മാറ്റി നായകന്റെ ലൈഫിനായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു പോയിന്റിലാണ് ഇവർ കഥ മൊത്തം മുന്നോട്ട് പോണത്. അതാണ് അതിന് കിസ് എന്ന് പറയുന്നത്. അതിലത്തെ ഒരു ഹുക്ക് പോയിന്റ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഫാന്റസി എലമെന്റിന്റെ ഒരു സംഭവമായിട്ടാണ് കിസ് എന്നുള്ള സംഭവം ഉള്ളത്. അപ്പൊ അത് ചിലപ്പോൾ ആളുകളെ മിസ്ലീഡ് ചെയ്തിട്ടുണ്ടാവാം ആ സമയത്ത്. ഇനി എന്തായാലും ഇത് ഒരു നല്ല വാച്ചായിരിക്കും, നിങ്ങൾ കണ്ടുപോയി നിങ്ങൾക്ക് ബോറടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ C5 അവൈലബിൾ ആണ്, എടുത്ത് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ.